1948-ൽ വാഗ്ദത്ത ഭൂമി നേടിയ യഹൂദർ കൊച്ചി വിട്ടതോടെയാണ് ഈ പള്ളി അനാഥമായത്. ജൂതന്മാർക്ക് ഇന്ത്യൻ വംശജരിൽ പിറന്നവരാണ് കറുത്ത ജൂതന്മാർ എന്നറിയപ്പെടുന്നത്. വെളുത്ത ജൂതരെ പരദേശി ജൂതർ എന്നും കറുത്ത ജൂതരെ മലബാറി ജൂതർ എന്നുമാണ് വിളിച്ചിരുന്നത്. 1506-ൽ കൊച്ചി സന്ദർശിച്ച ജർമ്മൻ സഞ്ചാരി ബെൽത്തർ സ്പ്രിംഗർ തൻ്റെ യാത്രാവിവരണത്തിൽ കൊച്ചിയിലെ രണ്ട് വിഭാഗം ജൂതന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 60 വർഷം മുമ്പ് വരെ ഈ പള്ളിക്ക് സമീപം നിരവധി ജൂതന്മാർ വസിച്ചിരുന്നതായി 85-കാരനായ പൊന്നപ്പൻ ആശാരി പറയുന്നു. വടക്കേറ്റം വരെ കറുത്ത ജൂതന്മാരായിരുന്നു. അതിനപ്പുറം പുറം മാറുമ്പോഴാണ് വെളുത്തവന്മാരുടെ ഇത് ഉണ്ടാകുന്നത്, പള്ളിയും മറ്റുള്ള കാര്യങ്ങളും. ഈ ജൂതന്മാർ ഇവിടെ ഉള്ളപ്പോഴത്തെ എല്ലാം ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് അവർ പല വിധത്തിലും. അപ്പോൾ അവർ ഒരു സമയത്ത് ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. വെളുത്ത ജൂതർ കൊച്ചി രാജാവുമായി സൗഹൃദം സ്ഥാപിച്ച് ഭരണമേഖലയിൽ സ്വാധീനം നേടിയപ്പോൾ കറുത്ത ജൂതർ കച്ചവടവുമായി കഴിഞ്ഞു. ഇസ്രായേൽ രൂപവൽക്കരണത്തോടെ വെളുത്ത ജൂതരിൽ കുറച്ചുപേർ കൊച്ചിയിൽ തങ്ങിയെങ്കിലും കറുത്ത ജൂതർ പൂർണ്ണമായും കൊച്ചി വിട്ടുപോയി. ഇതോടെ മരക്കടവ് പള്ളിയിലെ ആരാധന മുടങ്ങി. പള്ളി തിരിഞ്ഞു നോക്കാൻ ആളില്ലാതായതോടെ സ്വകാര്യ വ്യക്തി ഇതിനെ കയർഗോഡൗണാക്കി. 50 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പള്ളി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു. പല ഭാഗങ്ങളും അടർന്നു വീണു. പൈതൃക സ്ഥാപനമായ ഈ പള്ളി സംരക്ഷിക്കാൻ നടപടിയുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ PL മനോജിനോടൊപ്പം JK അൻസാർ, മീഡിയ 1, കൊച്ചി.